വിഷുവൊക്കെ നല്ല അടിപൊളിയായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു വർഷത്തിന് ആഘോഷങ്ങളൊന്നുമില്ല. എൻ്റെ അനിയൻ മരിച്ച ദുഃഖത്തിൽ ഒരു വർഷം ഞങ്ങൾക്ക് യാതൊരു ആഘോഷങ്ങളില്ല. ഞങ്ങൾ ഇപ്പോൾ ഉഗാണ്ടയിലാണ് ഞാനും മക്കളും. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഫോൾസ് കാണാൻ വന്നിട്ടുണ്ട്. നല്ലൊരു ഫോൾസ് ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫോൾസ് ഉണ്ട്. ഏതിനാ ഫോൾസ് പേര്? ബുസ്വോഗോ ഫോൾസ് കേട്ടാ, ഉഗാണ്ടയിൽ. നല്ല ഫോൾസൊക്കെ, പക്ഷേ ഇവിടേക്ക് വരാനുള്ള വഴി ഭയങ്കര മോശം വഴീന്. റോഡ് വളരെ മോശമാണ്. ഇവിടെ എത്തിപ്പെടാൻ അത്ര എളുപ്പമല്ല. നമ്മൾ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊക്കെ ആകെ കൊളായി കിട്ടും. അത്രയും മോശമുള്ള ഒരു റോഡാണ്. അതുകൊണ്ട് വരൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുണ്ട് നമുക്ക്. ഇവിടെ നോക്കിയ ഉഗാണ്ടൻ ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ സോഴ്സ് ഓഫ് നൈലിൽ കണ്ട അതേ ഡാൻസ് തന്നെ ഇവിടെ ഉണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ ഈ കുട്ടികളെയൊക്കെ കൊണ്ട് ഇവർ ഇങ്ങനത്തെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് വരും. എന്നിട്ട് ഇതുപോലെ ഇവരെ കൾച്ചറൽ ഡാൻസൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യും. ഇന്നിവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡായ കാരണേ കുട്ടികളെയൊക്കെ ടൂറ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ബസ്സൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. കണ്ട, ഏതോ സ്കൂളിൽ നിന്ന് പിള്ളേർ ടൂറൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഫോൾസിൻ്റെ ദൂരം എന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ സീനറി കാണാനായിട്ട്. അടുത്ത് ചെല്ലുമ്പോൾ അപ്പോൾ ഇതിനേക്കാളും രസമുണ്ടാവും കാണാനായിട്ട്. കുറേ പേര് ഒരേ സൈഡിൽ കുളിക്കുന്നുണ്ട്. ഇവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് വീക്കെൻഡ് ഇവിടെ വന്നിട്ട് ആൾക്കാർ. അപ്പോൾ ഞങ്ങളിത് കാണാത്ത ഒരു ഫോൾസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പം നമ്മളിതേ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാ. ചെറിയ ചെറിയ മരത്തിൻ്റെ കൊച്ചു കൊച്ചു പാലങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. കുറച്ച് റിസ്ക്കാണ് കടക്കാനായിട്ട്. പാറക്കല്ലുകളൊക്കെ ചവിട്ടി അപ്പുറത്തേക്ക് പോയാൽ നല്ല ഭംഗിന്. ഭയങ്കര വഴുക്കലാണ്, പേടിയാവും നമുക്ക് അങ്ങോട്ട് പോവാനായിട്ട്. പക്ഷെ അങ്ങോട്ട് കുറച്ച് റിസ്ക് എടുത്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിന്. ഇതിനേലും ഭംഗിയുണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. നിറയെ പാറകളാണ് പോണ സൈഡിൽ. കുറേ ചെറിയ ചെറിയ പാലങ്ങൾ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട്. പാലങ്ങൾ മാത്രമല്ല കേട്ടോ, ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പാറക്കല്ലുകൾ കണ്ട, അതൊക്കെ ചവിട്ടിയിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ. അതൊക്കെ നല്ല വഴുക്കലാണ് ആ പാറക്കല്ലുകളൊക്കെ. അതിൽ കൂടെ ചവിട്ടി പോവൽ അത്ര വലിയ ഇതല്ല, വലിയൊരു ടാസ്ക് തന്നെയാണ് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കൽ. വഴിക്ക് വീഴാൻ പോകും നമ്മൾ. ആൾക്കാർ വഴിക്ക് വീഴുന്നുണ്ട് കേട്ടോ അവിടെ. ഇപ്പം ഞങ്ങൾ ഫോൾസിൻ്റെ അടുത്ത് എത്താറായി. കണ്ട വെള്ളത്തിൻ്റെ ശക്തി. ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കൂടി വന്ന് പിക്നിക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. കുറേ ഹട്ടൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ നല്ല നല്ല ഇത് സീനറികളും ഇതും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ടൈം പാസ്സുള്ള ഒരു സ്ഥലമാണിത്. നേരം പോക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ കൂടി വന്ന് പിക്നിക്കിന് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്.
ഉഗാണ്ടയിലെ നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഉഗാണ്ട കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, നല്ല സ്ഥലമാണ്, അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്, അവിടുത്തെ ഭക്ഷണ രീതി എങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഉഗാണ്ടയുടെ ഭംഗി ഇന്ന് ഞങ്ങളും ഇവിടെ വന്ന് കുറേ എൻജോയ് ചെയ്തു. ഇവിടുത്തെ ഈ ഫോൾസിൽ വന്നിട്ട് ഉഗാണ്ടയിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, കാണാൻ പറ്റിയ സ്ഥലങ്ങൾ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഉഗാണ്ട എന്ന് പേര് കേൾക്കുന്ന പോലെയല്ല, ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉഗാണ്ടയിൽ വന്ന ആൾക്കാർ പിന്നെ വേറൊരു സ്ഥലത്തും പോവില്ല. ഇവിടുത്തെ ജീവിതശൈലിയും ക്ലൈമറ്റും ഒക്കെ. ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയന്, കാർ പാർക്ക് ചെയ്യുന്നിടത്ത്, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു ഏരിയ മൊത്തം പൈൻ മരങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് പൈൻ മരങ്ങൾ നിറയെ ഉണ്ട്. ഉഗാണ്ടയിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല സ്ഥലങ്ങൾ വീഡിയോ ചെയ്ത് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉഗാണ്ടയുടെ ഭംഗിയൊക്കെ എല്ലാവരും ആസ്വദിക്കുക. ഇതാണ് ഉഗാണ്ട. ആൾക്കാർ ധരിച്ച് വെച്ചിരിക്കുന്ന പോലെയല്ല ഉഗാണ്ട. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് പോണ വഴിയിന് ഇത് കാറിൻ്റെ മുന്നിൽ കുറേ ആടുകളൊക്കെ പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരാം. എല്ലാവർക്കും ബൈ ബൈ.